തേക്കടിയിലെ ഞങ്ങളുടെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിലൂടെയുള്ള ഒരു മോർണിംഗ് വാക്കിലൂടെയാണ്. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു നീണ്ട നടത്തം ഏകദേശം 3-3.5 കിലോമീറ്ററോളം വരും. ഒരാൾക്ക് 45 രൂപ ടിക്കറ്റ് ചാർജ് എടുത്താൽ നമുക്ക് സുഖമായി കാടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. നടത്തത്തിനിടയിൽ നമുക്ക് ഇതുപോലെ ചെറിയ അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. കാടിനിടയിലൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ നേരെ എത്തുന്നത് തേക്കടിയിലെ വളരെ പ്രശസ്തമായ ബോട്ടിംഗ് പോയിന്റിലാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സുകളാണ് ഈ റൂട്ടിലൂടെ പ്രധാനമായിട്ടും സർവീസ് നടത്തുന്നത്. തേക്കടി ടൗണിൽ നിന്ന് ബോട്ടിംഗ് പോയിന്റ് വരെയാണ് ഈ സർവീസ് ഉള്ളത്. രാവിലെ 7:30-ക്കാണ് പെരിയാർ ലേക്കിലൂടെയുള്ള ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഓൺലൈൻ വഴി ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാവിലത്തെ സ്ലോട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനിമൽ സൈറ്റിങ്സിനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. കൂടുതൽ പേരും തേക്കടിയിൽ നിന്ന് ബസ് സർവീസുകളാണ് ചൂസ് ചെയ്യുന്നത്. നടക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയും പോകാവുന്നതാണ്. ഞങ്ങളുടെ ഈ നടത്തത്തിനിടയിൽ മലയണ്ണാനെയും നീൽഗിരി ലങ്കൂറിനെയും അതുപോലെ ഒരുപാട് പക്ഷികളെയൊക്കെ കണ്ടിരുന്നു. ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാഴ്ചകളൊന്നും കണ്ട് ആസ്വദിക്കാനുള്ള സമയം കിട്ടില്ല. ഞങ്ങളെപ്പോലെ മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയവരെയും സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരെയൊക്കെ വഴിയിൽ കണ്ടിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചില കാഴ്ചകളും ഉണ്ടായിരുന്നു. ടീ, കോഫി, ഐസ്ക്രീം ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ കോഫി ഷോപ്പായിരുന്നു അത്. വേനൽക്കാലം ആയതുകൊണ്ട് കാടിൻ്റെ ആ ഒരു യഥാർത്ഥ പച്ചപ്പ് കുറവായിരുന്നെങ്കിലും ഇതിനകത്തൂടെ നടക്കുമ്പോൾ ഒരു തണുപ്പും മൈൻഡ് റിഫ്രഷ് ആവുന്ന ഒരു ഫീലിംഗും ആയിരുന്നു. രാവിലെ എണീറ്റ് ഈ കിളികളുടെയൊക്കെ ശബ്ദം കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാടിനുള്ളിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഒരു വേനൽ മഴ കഴിഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നടക്കാനായി പോയത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാടിനകത്തൂടെ നടക്കുന്നത് അത്ര സേഫ് അല്ല. വളരെ ശക്തിയോടുകൂടിയുള്ള മഴയായിരിക്കും കാട്ടിനകത്ത് പെയ്യുക. കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ പെരിയാർ ടൈഗർ റിസർവ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആനിമൽ ഡൈവേഴ്സിറ്റിയും വളരെ കൂടുതലാണ് ഇവിടെ. 925 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ റിസർവ്. കേരളത്തിലെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് ഈ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങനെ കുറേ സമയത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ അവസാനം ബോട്ടിംഗ് പോയിന്റിലെത്തി. രാവിലെ 7:30-ക്കാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ബസ്സിൽ വന്നിറങ്ങിയ ആളുകളുടെ നല്ല തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് 85 രൂപയും മുതിർന്നവർക്ക് 255 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരു ദിവസം 5 ടൈമുകളിലായിട്ടാണ് ഇവിടെ ബോട്ടിംഗ് ഉണ്ടാവുക. 7:30, 9:30, 11:15, 1:45 പിന്നെ 3:30. അതിൽ തന്നെ രാവിലത്തെ ടൈം സ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയോ അല്ലെങ്കിൽ മെയ് വരെയോ ആണ് ലേക്കിലെ വെള്ളത്തിൻ്റെ കുറവ് കാരണം കൂടുതൽ മൃഗങ്ങളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുക. ബോട്ടിംഗ് പോയിന്റിന് അടുത്തായിട്ട് തന്നെ ഇൻഫർമേഷൻ സെൻറ്ററും സുവനീർ ഷോപ്പുകളും കഫേകളൊക്കെ അവൈലബിൾ ആണ്. 7:30-ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടിംഗ് ഒരു 9-9:30 വരെ നീണ്ടു നിൽക്കും. അപ്പോൾ നിങ്ങൾ തേക്കടിയിൽ വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ബോട്ടിംഗ് ആണ്. വൈൽഡ് അനിമൽസിനെയൊക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ ബോട്ടിങ്ങിലൂടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബോട്ടിങ്ങിനുള്ള ആളുകളെ കടത്തിവിടാൻ തുടങ്ങി. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ലേക്കിലെ വെള്ളം നന്നായി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഇവിടെ മഴ പെയ്തതുകൊണ്ടാണ് ഈ മൂടൽമഞ്ഞ്. ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് ഒരു പ്രിന്റഡ് കോപ്പി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിൽ സീറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ബോട്ടിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞതും ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. പെരിയാർ ലേക്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മരക്കുറ്റികൾ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം ഈ ലേക്ക് നാച്ചുറലി ഉണ്ടായതല്ല. പെരിയാർ റിവറിന് കുറുകെ 1895-ൽ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ആഫ്റ്റർ എഫക്റ്റായി കാടിൻ്റെ ഒരു ഭാഗം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ഡെൻസ് ഫോറസ്റ്റായി നിന്നിരുന്ന കാടിൻ്റെ ഒരു ഭാഗം വെള്ളം കയറി അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിച്ചുപോയി. ആയിരക്കണക്കിന് ഏക്കറോളം കാടാണ് അങ്ങനെ ഇല്ലാതായത്. അവശേഷിച്ച ചില മരങ്ങളുടെ മരക്കുറ്റികൾ മാത്രം ഇന്ന് നിലനിർത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ആ മരക്കുറ്റികൾ വിവിധ തരം പക്ഷികളുടെ ഒരു ഹാബിറ്റാറ്റായിട്ട് മാറിയിരിക്കുകയാണ്.
ബോട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ആനക്കൂട്ടത്തെയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ കണ്ടത് ഒരു കൂട്ടം ഇന്ത്യൻ ബൈസൺ, നമ്മൾ കാട്ടുപോത്ത് എന്നൊക്കെ വിളിക്കുന്ന കാട്ടി. പിന്നെ ഒരുപാട് പക്ഷികളെയും സാമ്പാർ ഡിയറിനെയൊക്കെ കണ്ടിരുന്നു. ബോട്ടിംഗ് കഴിഞ്ഞ് നേരെ ഇവിടെയുള്ള കഫേയിൽ നിന്ന് ഒരു ചായ കുടിക്കാനായി കയറി. പിന്നെ ബസ്സിൽ തിരിച്ച് തേക്കടി ടൗണിലേക്ക് പോയി. തേക്കടി ടൗണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പോയത് ഇവിടുത്തെ സ്പൈസ് പ്ലാന്റേഷൻസ് കാണാനായിരുന്നു. ഇവിടെ മൊത്തം ചീവീടിൻ്റെ ഭയങ്കര സൗണ്ടായിരുന്നു. ഇവിടുത്തെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഗൈഡ് വളരെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു തരും. കാപ്പി, കുരുമുളക്, ഏലം പോലെ ഒരുപാട് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള തോട്ടങ്ങളാണുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഏലമാണ് കൃഷി ചെയ്യുന്നത്. കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരുപാട് സ്പൈസ് പ്ലാന്റുകളെ നേരിട്ട് കാണാനും അവയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈ വിസിറ്റോട് കൂടി സാധിച്ചു. പിന്നെ അവരുടെ കുറച്ച് പ്രൊഡക്റ്റുകളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. പിന്നെ അടുത്തതായി ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പോയത് പാണ്ടിക്കുഴി വ്യൂ പോയിന്റ് കാണാനായിരുന്നു. തേക്കടി ടൗണിൽ നിന്ന് നിങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിനായി ജീപ്പ് സഫാരികളൊക്കെ അവൈലബിൾ ആണ്. ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങൾ തേക്കടിയിൽ നമുക്ക് കാണാനുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വാട്ടർഫോൾസിൻ്റെ ഏരിയയിലേക്കൊന്നും പോയിട്ട് കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് 1-2 വ്യൂ പോയിന്റുകളാണ് ഞങ്ങൾ കണ്ടത്. ചെല്ലാർകോവിൽ വ്യൂ പോയിന്റും അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസൊക്കെ ഇതിനടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് കാണുന്നത് തമിഴ്നാടാണ്. അടുത്തതായിട്ട് പോയത് ഒട്ടകത്തലമേട് വ്യൂ പോയിന്റിലേക്കായിരുന്നു. 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന പോലുള്ള ഒരു വ്യൂ പോയിന്റാണിത്. പാണ്ടിക്കുഴി വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കുമളി ടൗണും തേക്കടി തടാകവും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. കുറേ സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നുപോയി. പിന്നെ നേരെ തേക്കടിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു പോയത്. ഇവരുടേത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ റൂമുകളാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ റൂം ടൂർ കാണാം. അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കൾച്ചറൽ പ്രോഗ്രാംസ് കാണാനായിട്ട് ഇറങ്ങി. തേക്കടി ടൗണിൽ നമുക്ക് 1-2 കൾച്ചറൽ സെൻറ്ററുകളുണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് അവിടെ സീറ്റ് ബുക്ക് ചെയ്ത് തരും. കൾച്ചറൽ സെൻറ്ററിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. വൈകുന്നേരങ്ങളിലാണ് അവിടുത്തെ പരിപാടികളെല്ലാം തുടങ്ങുക. അപ്പോൾ തേക്കടി ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടന്നങ്ങ് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലൈമറ്റും വളരെ നല്ലതായിരുന്നു. മഴയൊക്കെ പെയ്ത് ചെറിയ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമായിരുന്നു. ഈ കാണുന്നതാണ് എക്കോ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ. ഗവൺമെൻറ്റിൻ്റെ ട്രക്കിങ്ങുകളും ജീപ്പ് സഫാരിയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സാധാരണ ഈ സമയത്തൊക്കെ തേക്കടിയിൽ നല്ല തിരക്കുണ്ടാവേണ്ടതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഇവിടുത്തെ തിരക്കിൻ്റെ കുറവിന് കാരണമെന്നാണ് ഇവിടുത്തെ ഷോപ്പിലുള്ള ആളുകൾ പറഞ്ഞത്. ഗൾഫിലുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും ടൂറിസ്റ്റുകളായി എത്താറുള്ളത്. ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്ന ഹോട്ടൽ റൂമുകളെല്ലാം അവസാനം ക്യാൻസൽ ചെയ്തു പോയി എന്നാണ് പറയുന്നത്.
ഇവിടെ ഇഷ്ടം പോലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും അതുപോലെ തന്നെ ഫ്രഷപ്പിനുള്ള റൂമുകൾ വരെ അവൈലബിൾ ആണ്. തേക്കടി ടൗണിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്. മഴ പെയ്തപ്പോഴേ മഞ്ഞിറങ്ങി. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം മുദ്ര കൾച്ചറൽ സെൻറ്ററിൽ എത്തി. കേരളത്തിൻ്റെ സ്വന്തം കഥകളിയും മോഹിനിയാട്ടവും കളരിപ്പയറ്റൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾ. ഞങ്ങൾ ബുക്ക് ചെയ്തത് 6 മണി മുതൽ 7 മണി വരെ കളരിപ്പയറ്റും 7 മണി മുതൽ 8 മണി വരെ കഥകളി മോഹിനിയാട്ടം പരിപാടികളും കാണാനാണ്. ഈ 2 പരിപാടിയും കാണാൻ 600 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. കൂടുതലായും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സുമാണ് ഈ പരിപാടികൾ കാണാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ കളരിപ്പയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും കളരിപ്പയറ്റ് വ്യക്തമായിട്ട് കാണുന്നത് ഞാൻ ഇപ്പോഴാണ്. വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് മെയ് വഴക്കം വരുത്തിയിട്ടുള്ള ഈ കലാകാരന്മാരുടെ പരിപാടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും കളരി ഇത്ര ലൈവായിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഫീൽ ചെയ്തത്. 3000 വർഷത്തോളം പഴക്കമുള്ള കേരളത്തിൻ്റെ യുദ്ധകലയാണ് കളരിപ്പയറ്റ്. ഷോ ആദ്യം ബേസിക് മൂവ്മെൻറ്റുകളിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് അഡ്വാൻസ്ഡ് ടെക്നിക്കുകളിലേക്ക് കടക്കും. പിന്നീട് കാണികളെ ആവേശം കൊള്ളിക്കുന്ന പ്രകടനമാണ് ഇവരുടേത്. വടക്കൻ കേരളത്തിലെ കടത്തനാട് പ്രദേശത്ത് വളർന്ന യുദ്ധകലയുടെ പാരമ്പര്യമാണ് കടത്തനാടൻ കളരി. ഇവിടെ അവതരിപ്പിക്കുന്നത് കടത്തനാടൻ കളരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നവരുടെ ആ ഒരു അത്ഭുതം കാണുമ്പോൾ ശരിക്കും പ്രൗഡ് മൊമെൻ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ഒരു സെഷനും ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫയർ പെർഫോമൻസുകളായിരുന്നു. ഒരു മണിക്കൂർ ശരിക്കും എങ്ങനെയാണ് കടന്നുപോയെന്ന് പോലും അറിഞ്ഞില്ല. പിന്നെ അടുത്ത പരിപാടി ഇവിടുത്തെ കഥകളിയും മോഹിനിയാട്ടവുമാണ്. കഥകളിയുടെ നവരസങ്ങൾ, മുദ്രകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിച്ചു. പിന്നെ മോഹിനിയാട്ടം പെർഫോമൻസും കഥകളി മോഹിനിയാട്ടം ഫ്യൂഷൻ പെർഫോമൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്റ്റീവ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് വ്യത്യസ്തമായ പല കാഴ്ചകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു സ്ഥലമാണ് തേക്കടി. ഞങ്ങളുടെ യാത്രകളിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ലാതെ മടങ്ങിയ ഒരു സ്ഥലം കൂടെയാണ് തേക്കടി. നിങ്ങൾ തേക്കടി എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് തേക്കടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നേച്ചറും വൈൽഡ് ലൈഫും അഡ്വഞ്ചറും കൾച്ചറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് തേക്കടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ട്രാവൽ സ്റ്റോറിയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ക്യൂരിയസ്, കീപ് ട്രാവലിംഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.